ചെറുപ്പം മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. വളരെ കഷ്ടപ്പാടോടുകൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പാടിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി നാട് വിട്ടു പോയൊരു സുഹൃത്താണ്. ആ നാട് വിട്ടു പോവുകയും ഹോട്ടൽ പണി എടുക്കുകയും പല വിധത്തിലുള്ള പണികളൊക്കെ എടുത്ത് എങ്ങനെയോ അദ്ദേഹത്തിന് ഗൾഫ് രാഷ്ട്രത്തിലേക്ക് കടക്കാൻ പറ്റി. അവിടെ പോയി അത്യാവശ്യം സുഗന്ധദ്രവ്യത്തിൻ്റെ ഒരു ഇതിൽ പെടുകയും അത് സ്വന്തമായി ഫാക്ടറികൾ ഉണ്ടാക്കുകയും 150ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം ഈ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന ഏർപ്പാടുകളായി. എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധവും നാടുമായിട്ടും അതെ. അദ്ദേഹം ചെറുപ്പത്തിൽ എങ്ങനെ വലുതായി വന്നുവോ അത് ഇന്നും മറക്കാത്ത രീതിയിൽ തന്നെ അദ്ദേഹം കൊണ്ടു നടക്കുന്നു. നാട്ടിലെ ജനങ്ങൾക്കും നാട്ടുകാർക്കും വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് ജാതി മത ഭേദമന്യേ ക്ഷേത്രങ്ങളായാലും മദ്രസകളായാലും പള്ളികളായാലും എല്ലാം ഏതൊക്കെ രൂപത്തിൽ നമ്മളെ ഈ നാടിനെ എടയൂർ പ്രദേശത്തെ നന്നാക്കിയെടുക്കണം, അത് നന്നാക്കിയെടുക്കാൻ എങ്ങനെ കഴിയും അതിനുവേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് കിട്ടുന്ന വരുമാനം ഇന്ന് നമുക്കറിയാം. സാമ്പത്തികമായി ഉന്നതിയിൽ വന്ന ആളുകളൊന്നും മറ്റുള്ളവർ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാം എടുത്തുകൊണ്ട് പഴയ കാലത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ദീർഘായുസ്സ് ദൈവം കൊടുക്കട്ടെ. ഇതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് നമ്മുടെ നാട്ടിലായാലും പുറത്തായാലും പുറം നാട്ടിലും ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലടക്കം ആതുര സേവന രംഗത്ത് വളരെയധികം ഇത് ചെയ്യുന്ന ഒരാളാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിനെന്തെങ്കിലും വേണ്ടി വന്നാൽ സഹായിക്കുന്ന ഒരാൾ. അങ്ങനെ മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് ജഗദീശ്വരൻ ദീർഘായുസ്സ് കൊടുക്കുകയും എല്ലാവിധ ആശീർവാദങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടട്ടെ. ജനങ്ങൾ അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള വളർച്ച മുന്നോട്ട് പോകട്ടെ. വളർന്ന് വരട്ടെ. നമ്മളെ നാടിന് നല്ലൊരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.